ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സാറാ ജോസഫ് എഴുതിയ ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിനെ കുറിച്ചാണ്. മുതിർന്നവരുടെ സങ്കീർണമായ ലോകത്തെ ആനി എന്ന 8 വയസ്സുകാരിയുടെ കണ്ണുകളിലൂടെ നോക്കി കാണുകയാണ് ഈ നോവൽ. ആ കാഴ്ചകളിലേക്ക് കടന്നു വരുന്നത് കോക്കാഞ്ചിറ എന്ന ഗ്രാമത്തിലെ അനേകം മനുഷ്യരാണ്. ഒരു അമരയിലെ കൊഴിയുന്നത്ര ലാഘവത്തോടെ സ്വന്തം ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്ന ആ മനുഷ്യരുടെ കഥയാണ് ആലാഹയുടെ പെൺമക്കൾ. കോക്കാഞ്ചിറയ്ക്ക് കോക്കാഞ്ചിറ നഷ്ടമായ കഥ. കരുത്തുറ്റ സ്ത്രീ കഥാപാത്രങ്ങളാണ് നോവലിന്റെ കാതൽ. ആ കഥാപാത്രങ്ങളിൽ 2 പേരാണ് ആനിയുടെ അമ്മ കൊച്ചുറോതുവും ആനിയുടെ അമ്മാമ്മ കോക്കാഞ്ചിറ മറിയവും. ആനിയെ പ്രസവിച്ചു കിടക്കുമ്പോഴാണ് കൊച്ചുറോതുവിന്റെ ഭർത്താവ് നാടുവിടുന്നത്. നോവൽ തുടങ്ങുമ്പോൾ മകൾ ആനിയും കിടപ്പിലായ ഭർത്തൃ സഹോദരൻ ഫ്രാൻസിസും അമ്മയുടെ പ്രസവമെടുക്കേണ്ടി വന്നതുകൊണ്ട് മാത്രം നാട്ടിലെ പ്രസവമെടുക്കാൻ വിധിക്കപ്പെട്ട ഭർത്താവിന്റെ മൂത്ത സഹോദരി കുഞ്ഞിലയും വിവാഹപ്രായമെത്തി നിൽക്കുന്ന ഇളയ സഹോദരിമാരായ ചിന്നമ്മയും ചീയമ്മയും ഭർത്തൃമാതാവും ഉൾപ്പെടുന്ന ആ ദരിദ്ര കുടുംബത്തിന്റെ നെടുന്തൂണ് കൊച്ചുറോതുവാണെന്ന് കാണാം. അമ്മാമയും കുട്ടിപ്പാപ്പനുമാണ് ആനിയുടെ ആരാധന കഥാപാത്രങ്ങൾ. ആലാഹയുടെ നമസ്കാരത്തിന്റെ ശക്തി കൊണ്ട് ചെകുത്താനെ നരകത്തിലേക്ക് ഓടിക്കുന്ന അമ്മാമയിൽ നിന്നാണ് അവൾ കോക്കാഞ്ചിറയുടെ ചരിത്രമറിയുന്നത്. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞവരെന്ന് രേഖപ്പെടുത്താവുന്ന മനുഷ്യരുടെ ശവശരീരങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്ന കോക്കാഞ്ചിറ തോട്ടികളുടെയും ഇറച്ചിവെട്ടുകാരുടെയും അതിനുശേഷം കടന്നു വന്നവരുടെയും കോക്കാഞ്ചിറയായി മാറിയ ചരിത്രമാണത്. അവരാണ് കോക്കാഞ്ചിറയെ ഇന്നത്തെ നിലയിലാക്കിയത്. കോക്കാഞ്ചിറയ്ക്ക് അതുകൊണ്ട് പല ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങളുടെ പേരിലാണ് ആനിയുൾപ്പെടെ കോക്കാഞ്ചിറയിലെ കുട്ടികൾ സ്കൂളിൽ അപമാനിതരാകുന്നത്. ആനിയുടെ ചിന്തകൾ കോക്കാഞ്ചിറയ്ക്കപ്പുറം വളരുന്നത് കുട്ടിപ്പാപ്പനിലൂടെയാണ്. നവജീവനും ഒരു ജാതി ഒരു മതവും AKGയും ചർക്കയുമെല്ലാം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഫ്രാൻസിസ് എന്ന പ്രാഞ്ചി എന്ന കുട്ടിപ്പാപ്പനിലൂടെയാണ്. നോവലിന്റെ വായനയിൽ ഏറെ സഹതാപം തോന്നുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റേത്. തന്റെ ആരോഗ്യം പോലെ തന്നെ തന്റെ ആശയങ്ങളും ദുർബലമായി തീരുന്നത് കാണേണ്ടി വന്ന മനുഷ്യൻ. ആനിയുടെ ജീവിതത്തിലെ സ്ത്രീകളെല്ലാം ദുഃഖത്തിന്റെ ഓരോ തുരുത്തുകളായിരുന്നു. അവയുടെ ആഴവും പരപ്പും അവൾക്ക് തെളിഞ്ഞു കിട്ടിയില്ലെങ്കിലും അവയുടെ ഭാരം അവളുടേത് കൂടിയാണ്. അതേ ഭാരം തന്നെയാണ് കോക്കാഞ്ചിറയുടെ മക്കൾ അവരുടെ ഇടങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെടുമ്പോഴും അവൾ അനുഭവിക്കുന്നത്. സ്വന്തം ഇടങ്ങളിൽ നിന്ന് മനുഷ്യർ കുടിയിറക്കപ്പെടുന്നതിന്റെ യുക്തി എത്ര ആലോചിച്ചിട്ടും അവൾക്ക് പിടികിട്ടുന്നില്ല. ആനിയെ അതിശയിപ്പിച്ചുകൊണ്ട് കോക്കാഞ്ചിറ അടിമുടി മാറുന്നു. കുറി നടത്തിയിരുന്ന കുഞ്ഞാറത്തിൽ നിന്ന് കുറി വയ്ക്കുന്ന കുഞ്ഞാറത്തിലേക്കുള്ളതാണ് ആ മാറ്റത്തിന്റെ ദൂരം. ആനിയുടെ കണ്ണുകളുടെയും കാലുകളുടെയും സ്വാതന്ത്ര്യത്തിനു മുൻപിൽ വലിയ മതിലുകൾ ഉയർന്നു വന്നു. കോക്കാഞ്ചിറയുടെ ചരിത്രങ്ങൾ അമ്മാമ്മയുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു തുടങ്ങുകയും അവിടെ വെളുത്തേടൻ ശങ്കരൻ സ്ഥാനം പിടിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ഒരു പ്രളയത്തിന്റെ മധ്യത്തിൽ കുട്ടിപ്പാപ്പൻ നിത്യമായ ഉറക്കത്തിലേക്ക് മടങ്ങുന്നു. നോവൽ വായിച്ചവസാനിപ്പിക്കുമ്പോൾ ജീവിതം ആനിയോടും കനിവ് കാണിക്കുന്നില്ലെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നോവലിലെ ശക്തമായൊരു കഥാപാത്രമാണ് ആനിയുടെ വീടിന് മുൻപിലെ അമരപന്തൽ. അത് ഒരേ സമയം അവളുടെ ജീവിതത്തിന്റെ ദൃക്സാക്ഷിയും കണ്ണാടിയുമാകുന്നു. ഭാഷയാണ് നോവലിന്റെ ഏറ്റവും വലിയ ഭംഗി. തൃശൂർ ഭാഷയുടെ സൗന്ദര്യമാണ് വായനക്കാരെ നോവലുമായി ഇത്രയേറെ അടുപ്പിച്ചു നിർത്തുന്നത്. വായനക്കാർക്ക് മറക്കാനാവാത്ത ഒരു പിടി കഥാപാത്രങ്ങളാണ് സാറാ ജോസഫ് ഈ നോവലിലൂടെ സമ്മാനിച്ചിരിക്കുന്നത്. ആനിയും അവളുടെ കോക്കാഞ്ചിറയും വായനക്കാരുടെ മനസ്സിൽ നിന്ന് മായുകയില്ല, തീർച്ച. ഈ നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 2003 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ചെറുകാട് അവാർഡും 2004 വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇതുവരെയും ഈ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വായിക്കാൻ ശ്രമിക്കുക. പുസ്തകം വായിച്ചവരാണെങ്കിൽ പുസ്തകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. താങ്ക്